ഹലോ, അസ്സലാമു അലൈക്കും. ചത്തിരിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളുടെ വേഷം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് എന്താണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് എന്ന്. ശരിയാണ്, നിങ്ങൾ ഊഹിച്ച പോലെ തന്നെ ഇന്ന് നമ്മുടെ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ ആഘോഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോവുകയാണ്. നമ്മളെ മിനിക്കോയ് ദ്വീപിൽ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മുടെ രാജ്യമൊട്ടാകെ നമ്മുടെ 79ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. അപ്പോൾ നമ്മുടെ മിനിക്കോയ് ദ്വീപിലെ ആഘോഷ പരിപാടികളുടെ വിവരങ്ങളാണ് നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവയ്ക്കാൻ പോകുന്നത്. അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ മുഖവിവര പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നത് എന്തായാലും വീഡിയോയിലോട്ട് പോയാലോ? ശരി, ബാ. മിനിക്കോയ് ദ്വീപിലെ നമ്മുടെ 79ാമത് സ്വാതന്ത്ര്യദിന വിശേഷങ്ങളിലേക്ക്. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ അനേകം വർഷങ്ങളുടെ പോരാട്ടത്തിനും ത്യാഗത്തിനും ശേഷമാണ് ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ നിന്നും മോചിതമായത്. സ്വാതന്ത്ര്യസമര സേനാനികളുടെ ധൈര്യവും ആത്മത്യാഗവുമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ അടിസ്ഥാനം. മഹാത്മാഗാന്ധിജിയുടെ അഹിംസാമാർഗം, ഭഗത് സിംഗിൻ്റെ വീര്യം, സുഭാഷ് ചന്ദ്രബോസിൻ്റെ കരുത്തുറ്റ നേതൃത്വവും അനേകം പേരുടെ ജീവത്യാഗങ്ങളും ചേർന്നാണ് നമ്മുടെ രാജ്യം സ്വതന്ത്രമായത്. സ്വാതന്ത്ര്യം നേടുന്നത് വലിയ കാര്യമായിരുന്നെങ്കിലും അതിനെ സംരക്ഷിക്കലും നിലനിർത്തലും അതിലും വലിയ ഉത്തരവാദിത്തമാണ്. ഇന്നത്തെ തലമുറയായ നമ്മൾ നല്ല പൗരന്മാരായി വളർന്നാൽ മാത്രമേ നമ്മുടെ രാജ്യം മുന്നോട്ട് പോകാനാവൂ. ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് മിനിക്കോയ് ദ്വീപിൽ പതാക ഉയർത്തലും പരേഡും ഒക്കെ നടക്കുന്നത് ഗവൺമെൻറ് സീനിയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലാണ്. നേരത്തെ ഞാനൊക്കെ ഇവിടെ പഠിച്ചിരുന്ന സമയത്ത് JB സ്കൂളിൻ്റെ പരിസരത്ത് കലാമഹലിൻ്റെ ആ ഒരു ഫ്രണ്ട് ഭാഗത്തായിട്ടായിരുന്നു പതാക ഉയർത്തലും അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിപാടികളൊക്കെയും നടന്നിരുന്നത്. ഇപ്പോൾ രാത്രി നടക്കാനുള്ള കലാപരിപാടികൾ മാത്രമാണ് നമ്മളെ JB സ്കൂളിൻ്റെ പരിസരത്ത് വെച്ച് കലാമഹലിൽ നടക്കുന്നത്. സ്വാതന്ത്ര്യദിനത്തിന് 2-3 ദിവസം മുന്നേ മഴയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ആഗസ്റ്റ് 15 മഴയിൽ മുങ്ങിയെന്ന് വേണം പറയാം. അമ്മാതിരി മഴയായിരുന്നു. സ്കൂൾ ഗ്രൗണ്ട് മുഴുവനായിട്ട് വെള്ളത്തിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നവോദയയുടെ ഉള്ളിലായിരുന്നു പരിപാടികളൊക്കെ നടന്നിരുന്നത്, പതാക ഉയർത്തലും പരേഡും ഒക്കെ. പക്ഷേ ഈ വർഷം നമുക്ക് അനുകൂലമാണ്. അപ്പോൾ നല്ല വെയിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പരിപാടികളൊക്കെ നടക്കാനും നല്ലതാണ്. അല്ലെങ്കിൽ പിന്നെ മഴയത്ത് നനഞ്ഞു അങ്ങനെ ഒരു രസം ഉണ്ടാവില്ലല്ലോ. അങ്ങനെ നമ്മളെല്ലാവരും വളരെ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെയല്ലേ നമ്മുടെ സ്കൂൾ കോംപ്ലക്സിൻ്റെ വക ഒരു ഭാരതീയം ഉണ്ടായിരുന്നു. കൾച്ചറൽ കമ്മിറ്റിയിലെ ഒരുപാട് അധ്യാപികമാരുടെ ഒരു കഠിനാധ്വാനത്തിൻ്റെ അവരുടെ ഒരു കൂട്ടായ്മയുടെ ഫലമാണ് മനോഹരമായ രീതിയിലുള്ള ആ ഒരു ഭാരതീയം. പക്ഷേ അതിൽ തന്നെ ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പേരാണ് ശ്രീമതി സക്കീന ടീച്ചറുടെ. ഇതാണ് ആള്. ശരിക്കും പറഞ്ഞാൽ ഒരു ബോൺ ഡാൻസർ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. ടീച്ചർ ശരിക്കല്ലേ ഒരു ഡാൻസ് ടീച്ചറായിട്ടാണ് പോസ്റ്റിങ് നടത്തേണ്ടിയിരുന്നത്. ഡാൻസ് പഠിച്ചാൽ മതിയായിരുന്നു ടീച്ചർ നമുക്ക് തോന്നിപ്പോൾ. കാരണം അത്രയ്ക്ക് മനോഹരമാണ് ടീച്ചറുടെ ഓരോ നൃത്ത ചുവടും. പക്ഷേ ടീച്ചർ PhD ആണ്. PhD ഗസ്റ്റായിട്ടാണ് നമ്മളെ കൂടെ ഉള്ളത്. പക്ഷേ മിനിക്കോയിലെ ഏതൊരു ഡാൻസാണ് മനോഹരമായി എന്ന ആൾക്കാർ പറയുന്നത് നോക്കിയാൽ ഈ അടുത്ത കാലങ്ങളിലായിട്ട് ടീച്ചറാണ് അതൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത് എന്നറിയുമ്പോൾ ടീച്ചറെ നമുക്ക് അഭിനന്ദിക്കാതെ വയ്യ. ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ എന്തായാലും ടീച്ചറെ അഭിനന്ദിക്കുകയാണ്. അങ്ങനെ നമ്മുടെ വിശിഷ്ട അതിഥിയെ, ഇന്നത്തെ മുഖ്യ അതിഥിയെ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഉടൻ തന്നെ എത്തും. പിന്നെ പരേഡിനായിട്ടുള്ള ഓരോ വിഭാഗങ്ങളും അവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ സ്കൂൾ NCC വിങ്ങിലുള്ള കുട്ടികളും ആ ഒരു പരേഡിൽ പങ്കെടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ ഭാരതീയം കളിക്കാനുള്ള കുട്ടികൾക്കുള്ള ക്യാപ്പൊക്കെ ടീച്ചർമാരവിടെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടെ നമ്മുടെ ചീഫ് ഗസ്റ്റ്, ഇന്നത്തെ ഈ മുഖ്യ അതിഥി ഇവിടുത്തെ ഡെപ്യൂട്ടി കളക്ടർ ശ്രീ അവിനാശ് സിംഗ് ഡാനിക്സ് ആണ്. അപ്പോൾ അദ്ദേഹം എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനി എന്തായാലും ഒട്ടും വൈകൂല, വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു, കൃത്യസമയത്ത് തന്നെ ഇവിടെ പതാക ഉയർത്തും. അങ്ങനെ നമ്മുടെ ചീഫ് ഗസ്റ്റ് ഇവിടെ എത്തിക്കഴിഞ്ഞു. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്ന വേദിയിലേക്ക് അദ്ദേഹം ആനയിക്കപ്പെട്ടു. പിന്നെ ഉടൻ തന്നെ പതാക ഉയർത്തുകയും അതേപോലെ തന്നെ നാഷണൽ ആന്തം പാടുകയും ഒക്കെ ചെയ്തു. പിന്നെ നമ്മുടെ നേരത്തെ തന്നെ പരേഡിനായിട്ടുള്ള ഓരോ വിഭാഗങ്ങളും അവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു ഗ്രൗണ്ടിൽ. അങ്ങനെ അവരുടെ പരേഡാണ് ഇനി അടുത്തതായിട്ട് നമ്മളേവരും വീക്ഷിക്കാൻ പോകുന്നത്.
പിന്നെയല്ലേ വേറൊരു കാര്യം പറയട്ടെ, മിനിക്കോയ് ദ്വീപിലുണ്ടല്ലോ പണ്ട് മുതൽക്കേ തന്നെ ഇൻഡിപെൻഡൻസ് ഡേ, അതേപോലെ തന്നെ റിപ്പബ്ലിക് ഡേ, ഇതൊക്കെ അവർ ആഘോഷിക്കുന്നുണ്ടല്ലോ വളരെ വിപുലമായ രീതിയിലാണ്. ഇവരുടെ ഭാഷയിൽ തന്നെ ഈ ഒരു ദിവസത്തെ ബൊഡു ദിവസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ബൊഡു എന്ന് പറയുമ്പോൾ വലിയ എന്നാണ് അർത്ഥം. അപ്പോൾ അവർ വളരെയധികം ബഹുമാനം കൊടുത്തുകൊണ്ടാണ് ഈ ഒരു ദിവസത്തെ വരവേൽക്കുന്നത് തന്നെ. പിന്നെ എല്ലാ വർഷവും സ്വാതന്ത്ര്യദിനത്തിനും റിപ്പബ്ലിക് ഡേയുടെ അന്നും സീനിയർ സിറ്റിസൺസിനെ ബഹുമാനിക്കുന്ന, അവരെ ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അപ്പോൾ അതായിരുന്നു വേദിയിൽ പിന്നീട് നടന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷമായിരുന്നു എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന ഭാരതീയം. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, സക്കീന ടീച്ചർ അവരുടെ ടീമുമാണ് ഈ ഒരു മനോഹരമായ നൃത്തവിരുന്ന് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ വേറൊരു കാര്യം പ്രത്യേകിച്ച് ഞാൻ പറയട്ടെ, ഈ ഒരു വീഡിയോയിൽ, അതായത് ഈ ഒരു ഭാരതീയത്തിൽ ഒരുപാട് പാട്ടുകൾ ഉണ്ടായിരുന്നു. അതായത് ഇന്ത്യയിലെ വിവിധ സ്റ്റേറ്റ്സിലെ നൃത്തരൂപങ്ങൾ ഏതാണോ അതൊക്കെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു കലാരൂപം പോലെയായിരുന്നു ഇത് പ്രദർശിപ്പിക്കുകയുണ്ടായത്. പക്ഷേ എനിക്ക് ആ പാട്ടുകളൊന്നും ഇടാൻ നിർവാഹമില്ല, കാരണം എനിക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂസ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് യൂട്യൂബിൽ കുറച്ച് മാനദണ്ഡങ്ങളുണ്ടല്ലോ, അപ്പോൾ അതൊന്നും എനിക്കിടാൻ സാധിക്കില്ല. ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു പോകുന്നേ ഉള്ളൂ ഇത്. പിന്നെ ഞാനിരുന്ന സ്ഥലമുണ്ടല്ലോ, അതൊരു സൈഡ് ഭാഗത്തായിരുന്നു. ശരിക്കും ആ ഗാലറിയുടെയൊക്കെ മുകളിലോട്ട് നമ്മുടെ പവലിയൻ ഉണ്ടാക്കിയൊരു പവലിയൻ ഉണ്ട് അവിടെ. അപ്പോൾ ആ ഒരു സ്ഥലത്ത് നിന്നിട്ട് എടുത്താൽ കുറച്ചുകൂടി നല്ല രീതിയിൽ വീഡിയോ കിട്ടുമായിരുന്നു. പക്ഷേ
നിർഭാഗ്യവശാൽ ഞാൻ പോകുമ്പോഴേക്കും അവിടെയൊക്കെ ആൾക്കാരും ഉണ്ടായിരുന്നു, പോരാത്തതിനും ഭയങ്കര വെയിലായിരുന്നു. അത്രയും വെയിലത്ത് അവിടെ കയറി നിന്നിട്ട് എനിക്ക് തലകറക്കം വരും. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കയറിയില്ല. ഞാൻ ഈ ഒരു സൈഡ് ഭാഗത്ത് നിന്നുകൊണ്ടാണ് ഇതെടുത്തത്. പിന്നെ ഒരുപാട് തിരക്കാണല്ലോ, കാരണം ഒരുപാട് ആൾക്കാരുണ്ട്. നമുക്ക് വളരെ നേരത്തെ പോയില്ലെങ്കിൽ ഇരിക്കാനൊന്നും സ്ഥലം പോലും കിട്ടൂല, നല്ലൊരു സ്ഥലം കിട്ടൂല. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഞാനും മോളും കൂടി ചെന്നപ്പോഴേക്ക് തന്നെ നല്ല നല്ല സ്ഥലങ്ങളിലൊക്കെ ആൾക്കാർ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് കിട്ടിയ സ്ഥലത്ത് നമ്മൾ അഡ്ജസ്റ്റ് ആക്കി അങ്ങനെ ഇരുന്നു എന്ന് മാത്രം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, മിനിക്കോയിലെ സ്വാതന്ത്ര്യദിന ആഘോഷം, റിപ്പബ്ലിക് ഡേ ആഘോഷം എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഉത്സവ പ്രതീതിയായിരിക്കും. കാരണം ഈ നാട്ടിലുള്ള മുഴുവൻ ആൾക്കാരും അന്ന് പുതുവസ്ത്രങ്ങൾ ധരിക്കും. അതേപോലെ തന്നെ അവർ അന്ന് സ്പെഷ്യലായിട്ടുള്ള ഫുഡുകളാണ് കഴിക്കുക. പിന്നെ ഒരുപാട് സ്റ്റാളുകൾ ഉണ്ടാവും. നേരത്തെ, അതായത് ആഗസ്റ്റ് 15 ആവുന്നതിന് തന്നെ ഒരു 10 ദിവസം മുന്നെയൊക്കെ തന്നെ ഈ ഹോട്ടലുകൾ, അതുപോലെ തന്നെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ, ഇപ്പോൾ പിന്നെ കൂടുതലും ദീപശ്രീ ഗ്രൂപ്പുകൾ, അങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെയും തന്നെ ഓർഡർ സ്വീകരിക്കാൻ തുടങ്ങും. അപ്പോൾ അതനുസരിച്ചിട്ട് ഒരുപാട് ആൾക്കാർ, എനിക്ക് തോന്നുന്നു ഒരു 99% ആൾക്കാരും അന്ന് പുറത്തുനിന്നാണ് മേടിച്ച് വയ്ക്കുക. അതായത് ഈ ഓർഡർ നമ്മൾ എടുക്കുന്നുണ്ടല്ലോ, നമ്മുടെ ഓർഡർ അവരുടെ അടുത്ത് നമ്മൾ ബുക്ക് ചെയ്യും. എന്നിട്ട് പിറ്റേ ദിവസം, അതായത് ഈ ആഗസ്റ്റ് 15 ആ ഒരു ദിവസം നമ്മൾ എന്നാൽ സ്പെഷ്യൽ ഫുഡാണ് കഴിക്കുക. പിന്നെ ജെട്ടിയുടെ പരിസരത്തൊക്കെ സ്റ്റാളുകൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെ നിന്നൊക്കെയും അന്ന് ശരിക്കും പറഞ്ഞാൽ ഈ ഉത്സവമൊക്കെ ഉണ്ടാകുമ്പോൾ ഒരുപാട് കടകളൊക്കെ ഉണ്ടാവില്ലേ, ഈ കളിപ്പാട്ടങ്ങളുടെയും അതേപോലെ തന്നെ ഫുഡുകൾ, പിന്നെ സ്പെഷ്യൽ ഡ്രിങ്ക്സ് ഇങ്ങനെയൊക്കെ കിട്ടുന്ന കടകൾ, അങ്ങനത്തെ കടകളൊക്കെയും ഉണ്ടാവും ഇന്നേ ദിവസം. അപ്പോൾ കുട്ടികൾക്ക് അന്ന് പൈസയൊക്കെ കൊടുക്കും. അപ്പോൾ കുട്ടികൾ അതൊക്കെ പോയിട്ട് മേടിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് അവർ കമ്പനിയായിട്ട് അങ്ങനെ പോവും. അങ്ങനെയൊക്കെ ഒരു രസമാണ്. ശരിക്കും പറഞ്ഞാൽ മിനിക്കോയിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചിട്ട് വേറൊരു ദ്വീപിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ദിവസം ആകുമ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ മനസ്സിലേക്ക് ഈ ഒരു ദിവസം മിനിക്കോയിലെ ആഘോഷത്തെക്കുറിച്ച് ഓർമ്മ വരും, എന്തായാലും ഓർമ്മ വരും. എൻ്റെ ഈ ഒരു വീഡിയോ കാണുന്ന മിനിക്കോയിലെ ഈ ഒരു ആഘോഷം കണ്ടിട്ട് പോയ ആൾക്കാർക്ക് തീർച്ചയായിട്ടും അവർക്ക് ഇപ്പോൾ ഓർമ്മ വന്നിട്ടുണ്ടാവും. പിന്നെ നമ്മുടെ കുട്ടികളുടെ ഭാരതീയം കഴിഞ്ഞതിന് ശേഷം നവോദയ വിദ്യാലയത്തിലെ കുട്ടികളുടെ പാട്രിയോട്ടിക് ഡാൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു അന്ന് ഈ സ്കൂൾ ഗ്രൗണ്ടിൽ അരങ്ങേറിയിരുന്ന കാര്യങ്ങൾ. പിന്നെ വൈകുന്നേരം ആയാൽ നമുക്ക് കലാമഹല്ല്, അതായത് രാത്രി ഒരു 8 മണിയൊക്കെ ഇശാ നിസ്കാരത്തിനൊക്കെ ശേഷം ഈ സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് സ്പോർട്സുകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു, സ്പോർട്സ് ഐറ്റംസ്. പിന്നെ വേറെയും കുറേ പരിപാടികൾ, അതിൻ്റെയൊക്കെ പ്രൈസ് അവിടെ കൊടുക്കും. പിന്നെ കുറേ കലാപരിപാടികളും പാട്രിയോട്ടിക് ഡാൻസുകളും ഒക്കെ ഉണ്ടാവും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് കടകളൊക്കെ ഉണ്ടാവുമെന്ന്, ഈ കളിപ്പാട്ടങ്ങൾ അതുപോലെ തന്നെ ഡ്രിങ്ക്സ് ഒക്കെ വിൽക്കുന്ന കടകൾ. അപ്പോൾ ആ ഒരു സ്ഥലത്തേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ഇവിടുത്തെ മെയിൻ ജെട്ടിയുടെ പരിസരത്താണ് ഈ കടകളൊക്കെ ഉള്ളത്. അങ്ങനെ നമുക്ക് എന്തായാലും നല്ല ദാഹം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര ചൂടായിരുന്നു എന്ന്. അങ്ങനെ നമ്മൾ കുറച്ച് ആൾക്കാരൊക്കെ കൂൾ ഡ്രിങ്ക്സ് ഒക്കെ മേടിച്ച് കുടിക്കുന്ന കണ്ട ഒരു കടയുടെ മുമ്പിലേക്ക് ചെന്നതാണ്. പക്ഷേ അവിടെ നമ്മൾ കുറേ ടൈം നിന്നിട്ട് നമുക്കൊന്നും കിട്ടില്ല, കാരണം അത്രയ്ക്ക് ആൾക്കാരായിരുന്നു. അതിനിടയിൽ നമ്മൾ അങ്ങനെ നിന്നത് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞതിനേക്കാളും നല്ല നമുക്ക് വീട്ടിൽ പോയി കുടിക്കാൻ എന്തായാലും. പക്ഷേ ആ സമയത്താണ് സൈബ അവിടെ നിൽക്കുന്ന എല്ലാ കുട്ടികളുടെയും കൈ നോക്കുന്നുണ്ടായിരുന്നു, കാരണം അവരുടെയൊക്കെ കയ്യിൽ കളിപ്പാട്ടം അവൾ കണ്ടു. അപ്പോൾ പിന്നെ എന്തായാലും അവൾക്കൊരു കളിപ്പാട്ടം മേടിക്കാതെ ഇവിടെ നിന്ന് നമുക്ക് പോകാൻ നിർവാഹമില്ല. എന്തായാലും ഇങ്ങനത്തെ സമയത്തൊക്കെ മേടിക്കാതെയും കഴിയില്ല. അങ്ങനെ പിന്നെ അവൾക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കടയിലേക്ക് കയറി. അങ്ങനെ പക്ഷേ ഈ ഒരു മേടിക്കുന്ന കളിപ്പാട്ടത്തിന് ഈ ഒരൊറ്റ ദിവസത്തെ ആയുസ് മാത്രമേ ഉണ്ടാവൂ. കാരണം നമ്മളെ വീട്ടിലെത്തുമ്പോഴേക്ക് തന്നെ സൈബ ഒരു മെക്കാനിക്കാണ്. ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ അവൾ വളരെ പെട്ടെന്ന് തന്നെ അതിനെ റിപ്പയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പാവയാണ് നമ്മൾ മേടിച്ചത്. അങ്ങനെ അതൊക്കെ മേടിച്ചിട്ട്, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ തന്നെ ഓർഡർ എടുക്കുന്ന ഒരുപാട് കടകളുണ്ടെന്ന് ഫുഡിൻ്റെ. അങ്ങനെ നമ്മുടെ കൂടെ മോനൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മളും ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ. അല്ലാതെ അത് രാവിലെ നമ്മൾ പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരുമ്പോഴേക്ക് നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കാൻ മടി വരും ഇന്ന്. അങ്ങനെ പിന്നെ നമ്മളുള്ള നാട്ടിലും അങ്ങനെയാണല്ലോ, അങ്ങനെ നമ്മളും ഓർഡർ കൊടുത്തത് കൊണ്ട് അതൊക്കെ മേടിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ 79ാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും പുതിയ വിശേഷങ്ങളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തോടു കൂടി പുതിയ വീഡിയോസുമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.